ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. സിംഗിൾ പോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത പിക്ചേഴ്സ് എല്ലാം ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി ആളുകൾ ഇതൊക്കെ ട്രൈ ചെയ്തു എന്നറിഞ്ഞതിൽ. ഇനിയും അതേപോലെ തന്നെ തുടരുക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പിസ്സയാണ്, ഹോം മെയ്ഡ് പിസ്സ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിലാണ് ഇന്ന് പിസ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? ഇതുപോലെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പിസ്സ തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനായി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിസ്സ ബേസ് തയ്യാറാക്കുമ്പോഴാണ്. അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് 1/4 കപ്പ് ചൂടുവെള്ളമാണ്. അതിലോട്ട് ഒരു 1/2 സ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈസ്റ്റ് ആക്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അതിലോട്ട് ഈ ഈസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇത് കുഴച്ച് യോജിപ്പിക്കണം. 1 ടേബിൾ സ്പൂൺ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു ഒലിവ് ഓയിൽ. ഇത് നല്ലവണ്ണം കുഴച്ച് മൃദുവാക്കി എടുക്കണം. ഏകദേശം 5 മിനിറ്റോളമാണ് ഞാനിത് കുഴച്ചെടുത്തത്. ഇനി ഇത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് വെക്കാം. ഇനി ടോപ്പിങ്ങിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം, മഷ്റൂം, കുറച്ച് കോണും കൂടി ഇട്ടു. ഇനി ഒറിഗാനോ എന്ന ഹെർബാണ് ഞാൻ ചേർക്കുന്നത്. ഇതാണ് പിസ്സയ്ക്ക് ഫ്ലേവർ നൽകുന്നത്. അതും കുറച്ച് ഉപ്പും ചേർത്ത ശേഷം ഒന്ന് കോട്ട് ചെയ്ത് വെക്കുവാണ്. ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്ത ചിക്കൻ പീസസ് ആണിത്. അതിലും ഇതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്ക് ഒരു പിസ്സ സോസാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇപ്പോൾ ഇട്ടത്. അതിനുശേഷം കുറച്ച് ഓയിൽ കൂടി ചേർത്തു. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു 1/4 കപ്പ് സവാള അതുകൂടി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് ഒന്ന് യോജിപ്പിക്കുകയാണ്. ഇനി 1 ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണത്, അതുകൂടി ചേർത്തു. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഇത് വേവിക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഒറിഗാനോ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് തയ്യാറായി കഴിഞ്ഞു. നല്ല ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം ടോപ്പിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡോ എന്തായിന്ന് നോക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാനിത് 2 ഭാഗങ്ങളാക്കി മാറ്റി ഒരു പാനിലോട്ട് ഞാൻ ഇത്തിരി എണ്ണ തടയി കൊടുത്തു. അതിൽ ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് ഈ മാവ് നമുക്ക് വെക്കേണ്ടത്. അതിനെ ഒരു സർക്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് പ്രിക്ക് ചെയ്യാം. എയർ ബബിൾസ് എല്ലാം പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പിസ്സ സോസാണ് ഞാനിപ്പോൾ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതൊരു സർക്കിൾ ഷേപ്പിൽ ചെയ്തു കൊടുക്കുക.
കൂടുതൽ അറ്റത്തോട്ട് പോകരുത്, ബേക്ക് ചെയ്യുമ്പോൾ അത് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനൊരു മെഷർമെൻ്റ് ഒന്നുമില്ല, ആവശ്യാനുസരണത്തിന് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇപ്പോൾ ചേർക്കുന്നത്, ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. നോൺ വെജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ചീസ് ഞാൻ ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഒലീവ്സ് ആണ് ഇപ്പോൾ ഇടുന്നത്, ബ്ലാക്ക് ഒലീവ്സ് ആണ് ഇത്. അങ്ങനെ നമ്മുടെ പിസ്സ ബേക്കിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. 200 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് അരമണിക്കൂറാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തത്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ പിസ്സ തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽതി. താങ്ക് യു.